അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വറുക്കാത്ത റവയാണ് ബൗളിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം റവ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാനിവിടെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കുകയാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മാവ് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മാവ് നനച്ചെടുക്കുക. മാവ് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മാവ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതേ ഞാൻ തുറന്ന് നോക്കിയാണ്. മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസാക്കി മാറ്റാം. ഞാൻ ഓരോ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് പരത്തിയെടുക്കാം. കണ്ടോ, ദേ മാവ് നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ പൂരി നല്ലതുപോലെ പൊങ്ങി കിട്ടത്തുള്ളൂ. കണ്ടോ, പൂരി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊങ്ങി വരുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. പൂരി നല്ലതുപോലെ വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. പൂരി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.